CPM-ൽ നിന്ന് നിഷ്കാസിതനായ ശേഷം PV അൻവർ MLA നിലമ്പൂരിലെ ചന്തക്കുന്നിൽ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗം അസലായി എന്നാണ് കേട്ടത്. ഒരു ഒറ്റയാൾ സംരംഭം എന്ന നിലയിൽ വൻ വിജയമായിരുന്നു എന്നാണ് മാധ്യമങ്ങളും പറയുന്നത്. 10,000 പേര് പങ്കെടുത്തു. പുള്ളിക്കാരനൊരു 2 മണിക്കൂറോളം പ്രസംഗിച്ചു. അത് കേട്ടതാ. നന്നായിട്ട് രാഷ്ട്രീയം പറഞ്ഞു. സത്യം പറഞ്ഞാൽ അൻവർ ഇങ്ങനെ 2 മണിക്കൂർ രാഷ്ട്രീയ പ്രസംഗം നടത്തുമെന്ന് കരുതിയതല്ല. നന്നായിട്ട് തന്നെ പറഞ്ഞു. ഇടയ്ക്ക് പിണറായി വിജയന് ചില്ലറ പണി കൊടുക്കുന്ന രീതിയിൽ അല്പം ജാതിയും മതവും ഒക്കെ അതിനകത്ത് ചേർക്കുകയും ചെയ്തു. ഈ 5 നേരം നിസ്കരിക്കുന്നത് കൊണ്ടാണ് തനിക്ക് ഈ ദുര്യോഗം വന്നത് എന്ന മട്ടിൽ, അല്ലെങ്കിൽ എൻ്റെ പേരിതായത് കൊണ്ടാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാവുന്നത് എന്ന രീതിയിലൊക്കെ അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു. പൊതുവേ അൻവറിൻ്റെ ആദ്യ സംരംഭം നന്നായിരുന്നു. ഇനി അദ്ദേഹം ഇന്ന് കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് പ്രസംഗിക്കുന്നു. പിന്നീട് അദ്ദേഹം കേരളത്തിലെമ്പാടും സഞ്ചരിച്ച് പ്രസംഗിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. സംഗതിയൊക്കെ അസലായി. പക്ഷേ സഹോദര, അല്പം സൂക്ഷിച്ചു വേണേ എന്ന് പറയാനാണ് ഇപ്പോൾ തോന്നുന്നത്. ഇതുവരെ അൻവർ സാഹിബ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് മനഃപൂർവ്വമാണ് സഹോദര എന്ന് വിളിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അൻവറെ, നിങ്ങളുടെ കൈപ്പാടകലെ CPM-ൻ്റെ വടിയും വടിവാളും കഠാരിയും കത്തിയും ഒക്കെ കാണാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത്. അൻവർ അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ കരുത്തുകാട്ടി എന്നൊക്കെ മാധ്യമങ്ങൾ എഴുതും, അല്ലെങ്കിൽ പറയും. അതുപോലെ തന്നെ അൻവറിനെ CPM ഒരു പുല്ലും ചെയ്യില്ല, പിണറായിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ വരമ്പത്തിരുന്ന് ചിലരൊക്കെ പറഞ്ഞു എന്നും വരാം. പക്ഷേ ഇതൊന്നും കേട്ട് ചാടിപ്പുറപ്പെടരുത്. മാമ്പൂ കണ്ട് മോഹിക്കരുത്, കൊതിക്കരുത് എന്നാണ് പറയുന്നത്. ഒരു ശ്രദ്ധ വേണം, അല്പം സൂക്ഷിക്കണം. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ MV രാഘവനെയും KR ഗൗരിയമ്മയെന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. അവരെക്കുറിച്ചുള്ള ചിന്തകൾ, ഓർമ്മകൾ ഉണ്ടായിരിക്കണം. CPM-ൻ്റെ രീതി താങ്കൾക്ക് ഇതിനകം മനസ്സിലാക്കി കാണും. താങ്കൾക്ക് പാർട്ടിയെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് MV ഗോവിന്ദൻ പറഞ്ഞെങ്കിലും 8 വർഷമായില്ലേ? താങ്കൾ ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണല്ലോ. എങ്ങനെയാണ് CPM പ്രവർത്തിക്കുന്നതെന്ന് താങ്കൾക്ക് ഇതിനകം ബോധ്യം വന്നിട്ടുണ്ടാവും. ഈ പുരയ്ക്ക് മേലെ വളരുന്ന മരമാണ് എപ്പോഴും അവർക്ക് പ്രശ്നം. അത് കണ്ട് അവർക്ക് ഹാലിളകും. അത് അടിയോടെ വെട്ടിക്കളയുന്നതാണ് പതിവ്. അല്ലാതെ മൂട്ടിൽ രസം കുത്തിവെച്ച് ഉണക്കിക്കളയുന്ന ഏർപ്പാടൊന്നുമില്ല. അതുമാത്രമല്ല, കുലം കുത്തികളെന്ന് അവർ കാണുന്ന ആളുകളുടെ പിന്നിൽ ആരൊക്കെയാണ് എന്ന് മണത്തറിഞ്ഞ് അവരെ ഒരു കൈകാര്യം ചെയ്യും. അതാണ് CPM-ൻ്റെ ഒരു രീതി. അവരുടെ ചാര കണ്ണുകൾ അൻവറെ സഹോദര താങ്കളുടെ ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന കാര്യം മറക്കരുത്. ഈ ഇസ്രയേലിലെ മൊസാദ് എന്ന് പറയുന്ന രഹസ്യാന്വേഷണ സംഘടനയുടെ സ്വഭാവമാണ്. അവരുടെ കഥയറിയില്ലേ? ഹിറ്റ്ലറിൻ്റെ കാലത്ത്, നാസി ഭരണകാലത്ത് ജൂതന്മാരുടെ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത ആളുകളെ വർഷങ്ങൾക്ക് ശേഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് വേട്ടയാടി പിടിച്ച് തീർത്ത് കളഞ്ഞ പാരമ്പര്യമാണ് മൊസാദിനുള്ളത്. അതുപോലെ പാർട്ടിക്കെതിരെ എഴുന്നേൽക്കുന്നവരെ, അവരുടെ പിന്നിൽ നിൽക്കുന്നവരെ, അവരെ പുറകിൽ നിന്നും സഹായിക്കുന്നവരെ കണ്ടെത്തി കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും CPM. രാഘവനും ഗൗരിയമ്മയൊക്കെ പാർട്ടിക്ക് പുറത്തു വരുമ്പോൾ വലിയ സ്വീകരണങ്ങളൊക്കെ കിട്ടിയതാണ്. MV രാഘവൻ പുറത്താക്കലിന് ശേഷം കണ്ണൂരിൽ എത്തുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ആരും പ്രതീക്ഷിക്കാത്ത സ്വീകരണമുണ്ടായി. പിറ്റേന്ന് സ്റ്റേഡിയം കോർണറിൽ വൻ സ്വീകരണ യോഗം നടന്നു. അത് കഴിഞ്ഞ് കാഞ്ഞങ്ങാട് കോട്ടച്ചേരിയിൽ 10,000 പങ്കെടുത്ത സ്വീകരണമാണ് MV രാഘവന് ലഭിച്ചത്. അന്ന് CPM-ൻ്റെ ഒരു തലമുതിർന്ന നേതാവായ EP കൃഷ്ണൻ നമ്പ്യാരെ പാർട്ടി സഖാക്കൾ എറിഞ്ഞ് വീഴ്ത്തിയ കഥയും നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ഓർക്കേണ്ടത്, PV അൻവർ താങ്കൾ MV രാഘവനല്ല. അതായത് മലബാറിൽ 4-5 സീറ്റ് കിട്ടാൻ വേണ്ടി കോൺഗ്രസിനും ലീഗിനുമുള്ള അസംതൃപ്തരെ, നിരാശാഭരിതരെ കണ്ടെത്തി സീറ്റ് കൊടുത്ത് പിൻവാതിൽ വഴി കൊണ്ടുവന്നതുപോലെ പാർട്ടിയിൽ വന്ന ആളായിരുന്നില്ല MV രാഘവൻ. താഴെ തട്ട് മുതൽ പ്രവർത്തിച്ചു വളർന്ന ഒരാളായിരുന്നു. തീയിൽ കുരുത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു.
അദ്ദേഹം പാർട്ടിക്കാരുടെ കണ്ണും കരളുമായിരുന്നു, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ, വിദ്യാർത്ഥികളുടെ. പിന്നീട് ഗോപാലസേന എന്നൊക്കെ കുപ്രസിദ്ധി നേടിയ റെഡ് വോളണ്ടിയർമാരുടെയും CPM-ൻ്റെ വിദ്യാർത്ഥി യുവജന സംഘടനയുടെയും തുടക്കത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. കണ്ണൂരിലെ വളരെ പ്രഗത്ഭന്മാരെ, പാരമ്പര്യമുള്ള നേതാക്കളെ തോൽപ്പിച്ചുകൊണ്ട്, അവരുടെ സംഘത്തെ തോൽപ്പിച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടറി ആയ ആളാണ്. നമുക്കറിയാം, അദ്ദേഹം ബദൽ രേഖ കൊണ്ടുവന്നപ്പോഴാണ് പാർട്ടിക്ക് പുറത്തുപോയത്. ഈ ബദൽ രേഖയുടെ നിർമ്മാണത്തിൽ, അല്ലെങ്കിൽ അത് തയ്യാറാക്കുന്നതിൽ വലിയ വലിയ നേതാക്കളുടെ പിന്തുണയുണ്ടായിരുന്നു. രാഘവൻ താങ്കളെപ്പോലെ ഒറ്റയ്ക്കായിരുന്നില്ല. ആരൊക്കെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്? നമ്മുടെ നായനാർ, അതുപോലെ കോടിയേരി, വൈക്കം വിശ്വൻ, M. വിജയകുമാർ, അങ്ങനെ ധാരാളം ആളുകൾ. ബദൽ രേഖയുടെ പേരിൽ അദ്ദേഹം നടപടിക്ക് വിധേയനായപ്പോൾ അദ്ദേഹത്തോടൊപ്പം തലമുതിർന്ന നേതാക്കളായ പുത്തലത്തു നാരായണനും PV കുഞ്ഞിക്കണ്ണനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തായി പുതിയ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ വേറെയും നേതാക്കൾ കൂടെ ചേർന്നു. CPM-ൻ്റെ നിയമസഭാ കക്ഷി ചീഫ് വിപ്പായിരുന്ന CK ചക്രപാണി അടക്കമുള്ളവർ. അങ്ങനെയുള്ള MV രാഘവനെയാണ് CPM കേരളമെങ്ങും ഓടിച്ചിട്ട് വേട്ടയാടിയത് എന്ന കാര്യം മറക്കരുത്. ഞാൻ താങ്കളെ നിരുത്സാഹപ്പെടുത്താൻ പറയുകയല്ലിത്, ഓർക്കാൻ വേണ്ടി മാത്രം. ഇപ്പോൾ താങ്കൾ പാർട്ടിക്ക് പുറത്താണ്. പഴയ പാർട്ടി സഖാക്കൾ ആരെങ്കിലും തരുന്ന ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കരുത്. അവർ തരുന്ന ഭക്ഷണം കഴിക്കരുത്. അല്ലെങ്കിൽ പയ്യന്നൂരിലെ ദേശാഭിമാനി ലേഖകനായിരുന്ന ബാലൻ മാസ്റ്ററുടെ ഗതിയായിരിക്കും വരിക. അദ്ദേഹത്തോട് പാർട്ടി എടുത്ത നടപടികൾ നമുക്ക് ഓർമ്മയുള്ളതാണ്. ഒരു ഉച്ചയ്ക്ക് പയ്യന്നൂരിലെത്തിയ രാഘവന് ഭക്ഷണം കൊടുത്തു എന്നുള്ളതായിരുന്നു ബാലൻ മാസ്റ്ററുടെ പേരിലുള്ള കുറ്റം. AKG സ്മാരക സഹകരണ ആശുപത്രിയുടെ ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വന്ന MV രാഘവൻ അന്നേരം പാർട്ടിക്ക് പുറത്താണ്. അദ്ദേഹം വന്നപ്പോഴേക്ക് ആ വോട്ട് ആരോ ചെയ്തു കഴിഞ്ഞിരുന്നു. അതിനെ ചോദ്യം ചെയ്ത MV രാഘവനെ ആശുപത്രി ഇരിക്കുന്ന താളപ്പുഴ മുതൽ തെക്കേ ബസാർ വരെ CPM സഖാക്കൾ ഓടിച്ചിട്ട് തല്ലി. ഒരിക്കലും അവർ നെഞ്ചേറ്റിയിരുന്ന നേതാവായിരുന്നു. കണ്ണൂരിൻ്റെ അനിഷേധ്യ നായകനായി വളർന്നു വന്ന ആളാണ്. ഓടിച്ചിട്ട് കല്ലെറിഞ്ഞു, തല്ലി. അതും പോരാഞ്ഞ് പറശ്ശിനിക്കടവിലെ MV രാഘവൻ്റെ സർപ്പോദ്യാനം, അവിടെയുള്ള പാമ്പ് വളർത്തൽ കേന്ദ്രവും ചികിത്സാ കേന്ദ്രവും അത് തീവച്ച് നശിപ്പിച്ചു. മിണ്ടാപ്രാണികളായ പാമ്പുകളടക്കമുള്ള ജീവികളെ തീവച്ച് കൊന്നുകളഞ്ഞു. AKG ആശുപത്രി തെരഞ്ഞെടുപ്പിനെ നിയമസഭയിൽ ചോദ്യം ചെയ്ത MV രാഘവനെ കോടിയേരി ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള CPM MLA-മാർ വളഞ്ഞിട്ട് തല്ലി ശരിപ്പെടുത്തി, ചവിട്ടിക്കൂട്ടി. അതുപോലെ അദ്ദേഹത്തിൻ്റെ വീട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു. ഇതൊന്നും താങ്കൾ മറന്നു പോകരുത് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുക. ഇതാണ് CPM-ൻ്റെ പാരമ്പര്യമെന്ന് ഓർക്കാൻ വേണ്ടി പറയുകയാണ്. ഇന്നലത്തെ യോഗത്തിൽ സ്വാഗതം പറഞ്ഞ EK സുഖമുണ്ടല്ലോ, വഴിക്കടവ് പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ്, അദ്ദേഹത്തെയും ഇക്കാര്യങ്ങൾ ഓർമ്മിപ്പിക്കണം. രാഘവൻ്റെ സുഹൃത്തായിരുന്ന, സഹായിയായിരുന്ന അഡ്വക്കേറ്റ് TP ഹരീന്ദ്രൻ തലനാരിഴ വ്യത്യാസത്തിനാണ് രക്ഷപ്പെട്ടത്. CPM-കാരുടെ വെട്ടേറ്റ് ദിവസങ്ങളോളം അദ്ദേഹം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു. പിന്നീട് കൂത്തുപറമ്പ് വെടിവെപ്പ് ഓർമ്മയുണ്ടല്ലോ. MV രാഘവൻ മന്ത്രിയായിരിക്കുമ്പോൾ അതിൻ്റെ പേരിൽ CPM അഴിച്ചുവിട്ട അക്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൻ്റെ പേരിൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഘവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. മറന്നുപോകരുത് ഇതൊന്നും. നിയമസഭയിൽ പോകുമ്പോഴും ശ്രദ്ധിക്കണം. താങ്കൾ ഉന്നയിച്ച ഈ സ്വർണം പൊട്ടിക്കൽ, അല്ലെങ്കിൽ MR അജിത് കുമാർ, P ശശി, ഇവരൊക്കെ സബ്മിഷനും ശ്രദ്ധക്ഷണിക്കലിനുമൊക്കെ പറ്റിയ വിഷയങ്ങളാണ്. പക്ഷേ അതിനൊന്നും പോകരുത്. അല്ലെങ്കിൽ MV രാഘവനുണ്ടായ അനുഭവം ആവർത്തിച്ചു എന്ന് വരാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം താങ്കൾക്കെതിരായിട്ട് ഒരു കേസെടുത്തത് തീർച്ചയായും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ 5-ാം തീയതി കൊടുത്തൊരു പരാതിയാണ്, ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട്. അന്നൊന്നും നടപടി ഉണ്ടായില്ല. അന്ന് താങ്കളെ CPM-ന് വേണമായിരുന്നു. പക്ഷേ MV ഗോവിന്ദൻ മാഷ് താങ്കളെ തള്ളിപ്പറഞ്ഞതിൻ്റെ പിറ്റേന്ന് എത്ര വേഗത്തിലാണ് താങ്കൾക്കെതിരെ കേസുണ്ടായത്.
പിന്നീട് കക്കാടംപൊയിലെ താങ്കളുടെ തടയണ, താങ്കളുടെ വാട്ടർ തീം പാർക്കിൽ കഴിഞ്ഞ ജാനുവരി 3 അത് പൊളിച്ചു കളയാൻ കോടതി ഉത്തരവിട്ടതാ. പക്ഷേ അത് ഉണ്ടായില്ല. കുടഞ്ഞി പഞ്ചായത്ത് അതിന് ടെൻഡർ വിളിച്ചപ്പോൾ ആരും അത് എടുക്കാൻ തയ്യാറായില്ല. താങ്കളെ പേടിച്ചായിരിക്കാം, പാർട്ടിയെ പേടിച്ചായിരിക്കാം. പക്ഷേ ഇന്നലെ വീണ്ടും ഇത് റീടെൻഡർ ചെയ്തിരിക്കുക. ആരും ടെൻഡർ എടുക്കാൻ വന്നില്ലെങ്കിൽ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയോ ഏരിയ കമ്മിറ്റിയോ ആ ടെൻഡർ എടുത്ത് നിങ്ങളുടെ തടയണ പൊളിച്ചു കളയും, തീർച്ച. ഇതൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരു തുടക്കമാണ്. അതുകൊണ്ടാണ് ഞാൻ 2 സന്ദർഭങ്ങൾ താങ്കളെ ഓർമ്മിപ്പിച്ചത്. താങ്കൾക്കെതിരായിട്ട് ഉയർന്ന മുദ്രാവാക്യങ്ങൾ, ഇതുപോലെ മറ്റു ചില സംഘടനകളുടെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഹാലിളകിയ CPM അതിനേക്കാൾ രൂക്ഷമായ മുദ്രാവാക്യങ്ങളാണ്. താങ്കളുടെ കയ്യും കാലും വെട്ടി ചാലിയാറ്റിൽ ഒഴുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. താങ്കൾ അതിന് നൽകിയ മറുപടി നന്നായി. അതായത് കാല് വെട്ടിയാൽ ചക്രക്കസരയിലാണെങ്കിലും വരും എന്ന് താങ്കൾ പറഞ്ഞു. അത് നല്ല മനോഹരമായ പ്രയോഗമായിരുന്നു. പക്ഷേ കയ്യും കാലും പോയി കഴിഞ്ഞാൽ അത് മഹാവൃത്തികേടായിരിക്കും എന്ന കാര്യവും മറക്കരുത്. അതേസമയം ആളും അർത്ഥവും ഇറക്കി നിലമ്പൂരിലെ യോഗം വൻ വിജയമാക്കിയതിൻ്റെ പിന്നാലെ അൻവറിൻ്റെ പിന്നിൽ ആരാണ് സഹായികൾ, പിന്തുണയ്ക്ക് ആരുണ്ട് എന്ന ചോദ്യങ്ങൾ ഇപ്പോൾ വീണ്ടും വീണ്ടും സജീവമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തെ പറ്റിയും മറ്റൊരു പ്രമുഖ നേതാവിനെ പറ്റിയും കേൾക്കുന്നുണ്ട്. പി ജയരാജൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനല്ലെന്ന്. പിന്നീട് ആരാണ്? കേരളത്തിന് പുറത്ത് അൻവറുമായി കൂടിയാലോചന നടത്തിയ സംസ്ഥാന കമ്മിറ്റി അംഗം അതാരാണ്? UAE പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ്സുകാരനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹത്തെ മൂലധന ശക്തി എന്നാണ് CPM അതിലെ ചില ആളുകൾ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ ഈ മന്ത്രിസഭയിലെ പ്രബലനായ ഒരു മന്ത്രി PV അൻവറിൻ്റെ പിന്തുണക്കാരനായി ഉണ്ട് എന്ന് ഇപ്പോൾ പാർട്ടി വൃത്തങ്ങളിൽ സംസാരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആരാണ് ഈ മന്ത്രി? അങ്ങനെ ഒരാൾ, പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുന്ന മന്ത്രിസഭയിലെ ഒരാൾ PV അൻവറിനെ സഹായിക്കുമോ? എങ്കിലത് ആരാണ്? ആ ചോദ്യം ഇപ്പോൾ വളരെ സജീവമാണ്. ഒരുപക്ഷേ മരുമകൻ മുഹമ്മദ് റിയാസിനെ പലരുടെയും മേലെ കൂടി വളർത്തിക്കൊണ്ടുവരുന്നതിൽ അമർഷമുള്ള ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ പ്രതിഷേധമുള്ള ആരെങ്കിലും ആയിരിക്കാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഈ മന്ത്രിസഭയിൽ അങ്ങനെ കൂടുതൽ ആളുകളാരും പിണറായി വിജയനെ ഈ സംഭവ വികാസങ്ങളിൽ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല. പിണറായിയുടെ സഹായം, ഔദാര്യം വേണ്ട ചിലർ മാത്രമാണ് ഇതിനൊരു അപവാദമായിട്ടുള്ളത്. ആരൊക്കെയോ ഇവിടെയൊക്കെയോ അൻവറിനെ പോലുള്ളവരെ സഹായിക്കുന്നുണ്ട്. അത് പിണറായിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. പക്ഷേ പാർട്ടിയുടെ ചാരക്കണ്ണുകൾ അവരെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. യാതൊരു സംശയം വേണ്ട, അവരെ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തുകയും ചെയ്യും. അപ്പോഴും എനിക്ക് സഹോദര അൻവറിനോട് പറയാനുള്ളത്, താങ്കൾ ഇവിടം വെച്ച് അവസാനിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. താങ്കളുടെ ശ്രമങ്ങൾ പാർട്ടിയുടെ ഒരു ശുദ്ധീകരണത്തിന് ഒരു വഴിയാകുമെങ്കിൽ, സഹായമാകുമെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷേ നല്ലതുപോലെ സൂക്ഷിക്കണം.